RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തലപ്പത്ത് മാഞ്ചസ്റ്റർ സിറ്റി എത്തി. മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ താഴെ ഇറങ്ങി. ഇന്നലത്തെ കളിയോട് ആർസണൽ എവർട്ടനെ 1-0 തോൽപ്പിച്ചിട്ട് അവർ ടോപ്പിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ചങ്ങായി ഒന്ന് പറഞ്ഞു കഴിയട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി ടോപ്പിൽ എത്തിക്കാൻ നിൽക്കുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റിനെ താഴെ ഇറക്കി ആഴ്സണൽ എവർട്ടണായുള്ള മത്സരത്തിൽ 1-0 വിജയിച്ച് വീണ്ടും ടോപ്പിലേക്ക് ഇറക്കണം. 39 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ അവർ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി 37 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ 3-0 പരാജയപ്പെടുന്നത്. അവര് ഇപ്പോ അവസാന മത്സരങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫോം എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് വരികയാണ്. ആഴ്സണലിന്റെ പ്രകടനമുണ്ട്. ഏത് സമയവും ഈ സീസണിൽ എന്താണ് സംഭവിക്കാൻ പോവാ, ആരായിരിക്കും കപ്പടിക്കാൻ പോകുന്നത്? കപ്പ് സിറ്റിക്ക് ആർസണൽ എന്തായാലും എപ്പോഴും ടോപ്പിൽ നിന്നിട്ട് ലാസ്റ്റ് ആകുമ്പോ ഒന്ന് താഴെ ഇറങ്ങും സെക്കൻഡ് പ്ലേസിൽ. അത് എല്ലാ സീസണിലും നടക്കുന്ന കാര്യങ്ങളും. അവർ ഈ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ അടിച്ച് കയറിപ്പോ അവസാനം വെച്ചൊരു 3-4 കളി തോൽക്ക സമനിലേക്കായിട്ട് ഏതെങ്കിലും ലിവർപൂളിനോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കോ ഇനിയിപ്പോ ആരെ ചെൽസിക്കോ എടുത്തോളി കപ്പ് കൊടുക്കലാണ് സ്ഥിരം പതിവ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും കടുത്ത പോരാട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നില്ല ആഴ്സണലിന് തന്നെയാണ് ഇപ്രാവശ്യം ചാൻസ് കാണുന്നത്. കാരണം അവര് ഡിഫൻസീവ് അത്രയും സ്ട്രോങ് ആണ്. അവര് ഗോളുകൾ സ്കോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗോളുകൾ വഴങ്ങാതിരിക്കുന്നതാണ് അവരുടെ കളി നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ 2 മത്സരം കൂടി നടക്കാനുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരം നടക്കാനുണ്ട്. അതേപോലെ തന്നെ ഫുൾഹാമിന്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലന്റെ കളി നടക്കാനുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ ടേബിൾ ഒന്ന് വ്യക്തമാവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളുടെ ആരൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബോൺമൗത്തും ബേർലിയും തമ്മിലുള്ള മത്സരത്തിൽ 1-1 സമനിലയിൽ പിരിഞ്ഞു. അതേപോലെ ബേർട്ടണും സണ്ടർലാൻഡും തമ്മിലുള്ള മത്സരം 0-0 സമനിലയിൽ പിരിഞ്ഞു. ഈ സണ്ടർലാൻഡിന് എന്താ പറയുക, ഈ സീസണിൽ ചുരുങ്ങിയത് 6-7 സമനിലയുണ്ട്. അവർ ആ സമനിലയിൽ ഒരു 3 ജയിക്കുകയാണെങ്കിൽ ഇപ്പോഴും 6ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്തോ ഉണ്ട്. നല്ല കളിയാണ്. അവർ പക്ഷെ സമനിലയിൽ കൂടുതൽ നമുക്ക് അതിന്റെ ടേബിളിലേക്ക് വരുമ്പോൾ നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി 3-0 വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. അതേപോലെ വോൾസ് 2-0 ബേൺഫോർഡായിട്ട് പരാജയപ്പെട്ടു. അതേപോലെ തന്നെ ടോട്ടൻഹാം ഹോട്ട്സ്പർ ലിവർപൂളിൽ 2-1 പരാജയപ്പെടുത്തി. അത് ടോട്ടൻഹാം ഹോട്ട്സ്പർ 2 റെഡ് കാർഡാണ് കളി കിട്ടിയിരിക്കുന്നത്. സിമിയോണിക്കും അതെ, 2 പേർക്കും അവസാന 90 മിനിറ്റ് റൊമാരോയ്ക്കും റെഡ് കാർഡ് കിട്ടിയിട്ടാണ്. അതേപോലെ ലിവർപൂൾ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ലിവർപൂള് ഏകദേശം മിഡ് ടേബിളിൽ ഇപ്പൊ ഒന്ന് ഒരു 15ാം സ്ഥാനത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവര് തിരിച്ച് ലീഗിൽ 5ാം സ്ഥാനത്തിലേക്ക് 11ാം സ്ഥാനം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ലീഗിൽ ഇപ്പൊ 5ാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ ഇനിയും ആസ്റ്റൺ വില്ലന്റെ മത്സരം കഴിയാണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം കഴിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. നാളെ ഏതെങ്കിലും ഒരു ടീം ടോപ്പിലെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത മത്സരം നോക്കിക്കഴിഞ്ഞാൽ എവർട്ടണും ആഴ്സണലും തമ്മിലുള്ള മത്സരം ഇന്നലെ രാത്രി കഴിഞ്ഞ മത്സരത്തിൽ 1-0 എവർട്ടൺ വിജയിച്ചു. ആഴ്സണൽ വിജയിച്ചു. അത് എവർട്ടണ് പെനാൽറ്റി കിട്ടിയത്. എവർട്ടന്റെ ആ ഡിഫൻഡർ എന്തുകൊണ്ടാണ് ആ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ആ ഒരു സെറ്റ് പീസ് വന്നപ്പോ ഇങ്ങനെയാണ് ബോളിനെ ട്രൈ ചെയ്തിട്ടാണ് ഗോൾ കീപ്പർ ട്രൈ ചെയ്തിട്ട് വോളിബോൾ കളിക്കുന്ന പോലെ ട്രൈ ചെയ്തിട്ടാണ് പെനാൽറ്റി വാങ്ങിച്ചത്. ഒരു ആവശ്യമില്ലാത്ത പെനാൽറ്റി ആയിരുന്നു. അതെ, അത് ഗോക്കറസിന്റെ ഗോളിലൂടെ 1-0 വിജയിച്ചു. തീപ്പാറ മത്സരമായിരുന്നു. 2 ടീമിന് ഇഷ്ടംപോലെ ചാൻസ് ആണ്. 2 ടീമിന് ഡിഫൻഡർമാരുടെ ഒരു കഴിവും അതേപോലെ ലെക്കിൽ ആഴ്സണലിന്റെ 1-2 ഗോളാണ്. അതെ, സൂപ്പർ. അതിൽ 2 ടീമിന്റെ ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയിരുന്നു. അതില് 1-2 എണ്ണം ബാറിൽ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഇവന്റെ ഒരു ബോള് ഉറച്ച ഗോളായിരുന്നു ആഴ്സണലിന് വേണ്ടിയിട്ട്, അത് ബാറിൽ തട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എവർട്ടന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറുടെ മികവിലും അതേപോലെ തന്നെ ഡിഫൻഡർമാരുടെ അവര് ഫുൾ ടൈം ക്രോസുകളിലൂടെയാണ് ഗോൾ നോക്കാൻ വേണ്ടിട്ട്. പക്ഷെ റായക്ക് ഫ്രണ്ടി വന്ന് ചാടിയിട്ട് പെനാൽറ്റി ബോക്സ് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആ ബോളൊക്കെ ചാടി പിടിച്ച് പേർക്കുണ്ടായിരുന്നു. അതെ, അതിനുശേഷം ഇനിയിപ്പോ 2 മത്സരങ്ങളാണ് ഇതിൽ നടക്കാനുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ബാക്കി 2 മത്സരങ്ങൾ. ആഴ്സണലിന് ശേഷമുള്ള മത്സരം നോക്കിക്കഴിഞ്ഞാൽ ലീഡ്സ് യുണൈറ്റഡ് 4-1 ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് വമ്പൻ. എന്താണ് ലീഡ്സ് യുണൈറ്റഡ് എവിടെ കിടക്കുന്നത് നമുക്ക് ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ നോക്കാൻ പറ്റും. ഇനി നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ഫുൾഹാം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും നേരിടുത്ത് കഴിഞ്ഞാലാണ് 17 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആരൊക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ടേബിളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണല് 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 31 പോയിന്റ് 31 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോ 10 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് 37 പോയിന്റ് ഉണ്ട്. ലാസ്റ്റ് 5 മത്സരത്തിൽ നോക്കിയാൽ 5 വിജയമായിട്ടാണ് വന്നിരിക്കുന്നത്. 17 മത്സരങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്തപ്പോ 12 വിജയവും 1 സമനിലയും 4 തോൽവി അടക്കം 37 പോയിന്റുകളാണ്. 41 ഗോളുകൾ അടിച്ചപ്പോ 16 ഗോളുകൾ വഴങ്ങിയിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി 2ാം സ്ഥാനത്തുള്ളത്. അടുത്ത നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല 3ാം സ്ഥാനത്തായിട്ട്
33 പോയിന്റ്സിൽ എല്ലാം വിജയം. ലാസ്റ്റ് 5 കളിയും ഫുള്ള് വിജയം. അതെ, ആസ്റ്റൺ വില്ല 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 3 സമനിലയും 3 തോൽവി അടക്കം 33 ഗോളുകൾ, 33 പോയിന്റിൽ അവർ 3ാം സ്ഥാനത്തുള്ളത്. 25 ഗോളുകൾ അടിച്ചപ്പോൾ 17 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 4ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ചെൽസിയാണ്. ചെൽസി 29 പോയിന്റുമായിട്ട് 3 ഡ്രോ, 1 തോൽവി, 1 വിജയം. അതെ, 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 5 സമനിലയും 4 തോൽവി അടക്കം 29 പോയിന്റുമായിട്ട് ചെൽസി 4ാം സ്ഥാനത്താണ്. 29 ഗോളുകൾ അടിച്ചപ്പോൾ 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഏകദേശം ആസ്റ്റൺ വില്ലയും ചെൽസിയും ഒരേപോലെയാണ്. പക്ഷെ ചെൽസി കുറച്ച് 29 ഗോൾ അടിച്ചിട്ടുണ്ട്. ആസ്റ്റൺ വില്ല അടിച്ച് 25 ഗോളുകളാണ്. അടുത്തത് ലിവർപൂൾ 29 പോയിന്റ് ചെൽസിയുടെ ഒപ്പം തന്നെ. പക്ഷെ ലിവർപൂളിന് 3 വിജയം 2 സമനിലയാണല്ലേ. അതെ, 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 2 സമനിലയും 6 തോൽവി അടക്കം. അവർ ആ സ്റ്റാർട്ടിങ്ങിൽ തോറ്റ 4-5 മത്സരങ്ങളാണ് അവർക്ക് ഇത്രയുമിനായത്. 29 പോയിന്റുമായിട്ട് ചെൽസിയുടെ അതേ പോയിന്റ് ആണ്. പക്ഷെ ഗോൾ ശരാശരി നോക്കുമ്പോൾ അവർ 5ാം സ്ഥാനത്താണുള്ളത്. അടുത്ത നോക്കുകയാണെങ്കിൽ സണ്ടർലാൻഡ് 6ാം സ്ഥാനത്തിൽ 27 പോയിന്റുമായിട്ട് 2 സമനില, 1 തോൽവി, 2 വിജയത്തിലാണ് നിൽക്കുന്നത്. അതെ, സണ്ടർലാൻഡ് 17 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 7 വിജയവും 6 സമനില. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ 6 സമനില. ഇവർ ഏറ്റവും കൂടുതൽ സമനില നേടിയ ടീമാണ് ഈ ഒരു സീസണിൽ. ഇവരും ബേർട്ടനുമാണ് ഏറ്റവും കൂടുതൽ സമനില നേടിയിരിക്കുന്നത്. അവര് 17 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 7 വിജയം 6 സമനില 4 തോൽവി അടക്കം 27 പോയിന്റുമായിട്ട് തൊട്ട് പുറകിലുണ്ട് 6ാം സ്ഥാനത്ത്. എന്താ പറയുക, എപ്പോ വേണമെങ്കിലും മാറി പറയാം. ഇവര് ഈ സമനിലകൾ ഈ 6 രണ്ടോ മൂന്നോ വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ ഇവർക്ക് ടേബിളിൽ ഇപ്പൊ ചിലപ്പോൾ 3ാം സ്ഥാനത്തോ അങ്ങനെയൊക്കെ എത്തിപ്പെടേണ്ട ഇതുണ്ടായിരുന്നു സണ്ടർലാൻഡിന്. അടുത്ത നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 26 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. 26 പോയിന്റിൽ 2 സമനിലയും 2 വിജയവും 1 തോൽവിയുമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 5 സമനിലയും 4 തോൽവി അടക്കം 26 പോയിന്റുമായിട്ട് അവർക്ക് ഒരു കളി ബാക്കിയുണ്ട്. നാളത്തെ ഒരു മത്സരം അവർക്ക് നിർണായകമാണ്. ആസ്റ്റൺ വില്ലയായിട്ടുള്ള മത്സരമാണ് നിർണായകം. അവർക്ക് ആ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് മിക്കവാറും ഒരു 4th പ്ലേസിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. അവര് 30 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 26 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തുള്ളത് ക്രിസ്റ്റൽ പാലസ് ആണ്. ക്രിസ്റ്റൽ പാലസിന് 26 പോയിന്റ്. ലാസ്റ്റ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 3 തോൽവിയും 2 വിജയങ്ങളാണ് നിൽക്കുന്നത്. അതെ, 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 5 സമനിലയും 5 തോൽവി അടക്കം 26 പോയിന്റുമായിട്ട് 21 ഗോളുകൾ അടിച്ച 19 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റൺ 24 പോയിന്റുമായിട്ട് 2 സമനില 2 തോൽവി 1 വിജയം മാത്രമേ ഉള്ളൂ. ബ്രൈറ്റൺ 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 വിജയവും 6 സമനിലയും 5 തോൽവിയും. ഇവരും 6 സമനില നേടിയിട്ടുണ്ട്. 24 പോയിന്റുമായിട്ട് അവര് അടുത്ത നോക്കുകയാണെങ്കിൽ എവർട്ടൺ ആണ്. എവർട്ടൺ വന്നിട്ട് 24 പോയിന്റുമായിട്ട് നിൽക്കണ 3 തോൽവി 2 വിജയം മാത്രം. അതെ, 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 3 സമനിലയും 7 തോൽവി അടക്കം 24 പോയിന്റുമായിട്ട് അവര് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോ ഇനി 11 ന്യൂ കാസ്റ്റലും അതേപോലെ ബേൺഫോർഡും ടോട്ടൻഹാമും ബോൺമൗത്തും ഫുൾഹാം ഒക്കെ എങ്ങനെ കിടക്കും, ലീഡ്സ് യുണൈറ്റഡ് ഒക്കെ കിടക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാം, ബേൺലി, വോൾസ് ആണ്. അതെ, അതൊക്കെ ഇനി മാറുകയെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതീക്ഷ. വോൾസിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഈ സീസണിൽ 2 പോയിന്റ് നേടിയിട്ടുള്ളവര് ഇല്ല, വിജയമില്ല, 2 സമനില. വിജയാണെങ്കിൽ 3 പോയിന്റ് അല്ലേ, ഇതിപ്പോ 2 സമനില 2 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. 15 തോൽവിയാണ് അവർ വഴങ്ങിയിരിക്കുന്നത്. ബേൺലി അതെ, ഇനിയിപ്പോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്, ലീഡ്സ് യുണൈറ്റഡ് ഇവരൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നാളത്തെ ഈ 2 മത്സരങ്ങൾ കഴിഞ്ഞാലാണ് നാളെ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടാണ്. ആസ്റ്റൺ വില്ല നാളത്തെ മത്സരത്തിൽ ജയിക്കാൻ കഴിയണമെങ്കിൽ 36 പോയിന്റുമായിട്ട് അവര് 3ാം സ്ഥാനത്ത് ഉറപ്പിക്കാം. അവരുടെ ഒരു ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള പാതയിലേക്ക് 36 പോയിന്റ് ആയിട്ട് ടോപ്പിലുള്ളവരെക്കാളും 3 പോയിന്റ് വ്യത്യാസത്തിൽ നിൽക്കാൻ പറ്റും. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് 4ാം സ്ഥാനത്ത് ചെൽസിയുടെ എപ്പോൾ എത്താൻ പറ്റും, 4ാം സ്ഥാനത്ത് എത്താൻ പറ്റും, അല്ലെങ്കിൽ 5ാം സ്ഥാനത്ത് എത്താൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ടാവും. അതേപോലെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾഹാമും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. ഇവർക്ക് 2 റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇവര് ഒരു വിജയം കരസ്ഥമാക്കിയിട്ട് മുകളിലോട്ട് കയറാനേ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ അതെ, ഗോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 17 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ, അതേപോലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയത് ആരൊക്കെയാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ. ഏറ്റവും കൂടുതൽ ഗോൾ വെച്ചിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഏർലിംഗ് ഹാലൻഡ് 19 ഗോളിൽ 1 പെനാൽറ്റി എടുത്തു. അതെ, ആള് ഈ സീസണിൽ മിന്നു ഫോമിലാണ്. ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡും കൂടി ആൾ മറികടന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്നാണ് ആൾ ആ ഒരു 100 സംതിങ് ഗോളുകൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോക്കുകയാണെങ്കിൽ ഇഗോർ തിയാഗോ ആണ്. തിയാഗോ ബ്രൺഫോർഡിനായിട്ട് 11 ഗോൾ അടിച്ചിട്ട് 5 പെനാൽറ്റി നേടിയിട്ട്. അതെ, 5 പെനാൽറ്റിയിലൂടെ 11 ഗോൾ അടിച്ചപ്പോൾ അത് 5 പെനാൽറ്റിയിലൂടെയാണ് ആൾ നേടിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് ആരാണ്? 3ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഹ്യൂഗോ എഗറ്റിക്ക്. ലിവർപൂളിനായിട്ട് 8 ഗോൾ അടിച്ചിട്ട് 1 പെനാൽറ്റി. അതെ, ഈ സീസണിൽ ഇസാക്കിനെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ചങ്ങായി പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. 8 ഗോളുകൾ അടിച്ചിട്ട് പെനാൽറ്റികളൊന്നും ഇല്ലാതെ. നമ്മൾ അസിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ്
7 അസിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഈ ചങ്ങായി ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി പിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ആ ക്യാപ്റ്റന്റെ ബാൻഡ് കെട്ടിയിട്ട് ആള് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തീപ്പാറിയ പെർഫോമൻസ് ആണ്. ഗോളുകളും അതേപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിന്റെ റയാൻ ചെർക്കിയാണ്. ചെർക്കി 6 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെ, ചെർക്കിയുടെ ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ള പെർഫോമൻസ് അവസാന മത്സരങ്ങളിൽ നോക്കിയാൽ മതി. ചങ്ങായി മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി അടിക്കോ കപ്പ്, അതോ ആഴ്സണൽ അടിക്കോ, അതോ ഇവരെല്ലാം മറികടന്ന് ആസ്റ്റൺ വില്ലയോ ചെൽസിയോ അതേപോലെ സണ്ടർലാൻഡ് ഏതെങ്കിലും ടീം അടിക്കോ? നിങ്ങൾ കമന്റ് ബോക്സിൽ. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.